ഗർഭിണിയാവുന്നതിനോടൊപ്പം തന്നെ തുടങ്ങുന്നതാണ് ഓരോ അമ്മമാരുടെയും ആദി. പ്രസവശേഷവും പ്രസവത്തിന് മുൻപും എന്ന് വേണ്ട ഓരോ കാര്യത്തിനും വളരെയധികം ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. കാരണം ഗർഭിണിയാവും മുമ്പ് തന്നെ തുടങ്ങും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഉപദേശവും അമിത ശ്രദ്ധയും. അത് പലപ്പോഴും ഓരോ ഗർഭിണികളിലും ഉണ്ടാക്കുന്ന ആശങ്കയും ചെറുതല്ല. എന്നാൽ ഗർഭാവസ്ഥയിൽ അമ്മമാരുടെ ആശങ്കയെല്ലാം പരിഹരിക്കാൻ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മാത്രം തലയിൽ കയറ്റി വെച്ചാൽ മതി. പ്രസവശേഷം കുഞ്ഞിനെ കുളിപ്പിക്കുന്ന കാര്യത്തിലും വളരെയധികം ശ്രദ്ധ അത്യാവശ്യമായി വേണ്ട ഒന്നാണ്. പ്രസവശേഷമുള്ള ആശുപത്രി വാസത്തിന് ശേഷം കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ മുതൽ തുടങ്ങും പലരുടെയും പലതരത്തിലുള്ള അഭിപ്രായം. പണ്ട് കാലത്ത് പാളയിലും കാൽ നീട്ടി വെച്ചും കുഞ്ഞിനെ കുളിപ്പിച്ചിരുന്നു. എന്നാൽ അതൊക്കെ ചെയ്തിരുന്നത് നമ്മുടെ മുത്തശ്ശിമാരായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തെ അമ്മമാർക്ക് കുഞ്ഞിനെ എങ്ങനെ കുളിപ്പിക്കണം എന്നത് പല അമ്മമാർക്കും അറിയില്ല. അത്തരം സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന്റെ ഭാരവും ആരോഗ്യവും തന്നെയാണ്. ചുരുങ്ങിയത് 2.5 കിലോ എങ്കിലും കുഞ്ഞിന് തൂക്കം വേണം. മാത്രമല്ല പൊക്കിളിലോ മറ്റോ മുറിവുകൾ ഇല്ലാത്ത നന്നായി പാല് കുടിക്കുകയും മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്ന കുഞ്ഞായിരിക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ഇവയിൽ ഏതെങ്കിലും അല്പം താമസിച്ചാണെങ്കിൽ കുഞ്ഞിനെ ധൃതി പിടിച്ച് കുളിപ്പിക്കേണ്ടത്. ഇനി കുളിപ്പിക്കുന്ന സമയവും വളരെ പ്രധാനമാണ്. തണുത്ത വെളുപ്പാങ്കാലത്ത് കുഞ്ഞിനെ കുളിപ്പിക്കരുത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വെയിൽ വന്ന അന്തരീക്ഷം ചൂടായതിനു ശേഷം കുളിപ്പിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് ശരീരം കുളിർത്ത് ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഇനി കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിനുമുണ്ട് പ്രാധാന്യം. കുളിപ്പിക്കുന്നത് പച്ചവെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ എന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. വെള്ളത്തിന് തണുപ്പുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ച് തണുപ്പ് കുറയ്ക്കുന്നതാണ് ഉത്തമം. ചൂടുവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കണമെന്നില്ല. കുഞ്ഞിന് എണ്ണ തേക്കുന്നതും വളരെയധികം ശ്രദ്ധിച്ചു വേണമെങ്കിൽ ആവാം, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. എന്നാൽ ഒരു കാരണവശാലും കുഞ്ഞിന്റെ ചർമ്മത്തിൽ എരിവും പുകച്ചിലും ഉണ്ടാകുന്ന മഞ്ഞൾ പോലുള്ള വസ്തുക്കൾ എണ്ണയിൽ ചേർക്കരുത്. വെളിച്ചെണ്ണയോ ബേബി ഓയിലോ ഒലിവ് ഓയിലോ തേങ്ങാപ്പാലോ ഒക്കെ ഉപയോഗിക്കാം. എന്നാൽ കുഞ്ഞിന് പുരട്ടുന്നതാണെന്ന ധാരണ ഉണ്ടായിരിക്കണം. അത്രയ്ക്കും വൃത്തിയായി വേണം സൂക്ഷിക്കാൻ ഇതെല്ലാം. അതുപോലെ പലരും എണ്ണ തേച്ച് കുഞ്ഞിന്റെ കാലും കൈയും മൂക്കും എല്ലാം വലിച്ചു നീട്ടുന്നത് കാണാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഞെക്കിപ്പരത്തലുകൾ കുഞ്ഞിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നവയാണ്. മാതാപിതാക്കളിൽ നിന്ന് ജനിതകമായി കിട്ടുന്ന പ്രത്യേകതകൾ തന്നെയാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉഴിച്ചിൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. പലരും ബേബി സോപ്പ്, ബേബി ഷാമ്പൂ, ബേബി വാഷ് എന്നിവ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ എന്ത് തന്നെ ആയാലും വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കുഞ്ഞിന്റെ ചർമ്മത്തിലെ സ്വാഭാവിക മാർദ്ദവം പോയി ഡ്രൈ ആകാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുഞ്ഞിനെ കുളിപ്പിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ വിപണിയിൽ കിട്ടുന്ന ടബിലോ കയ്യിലോ മടിയിലോ വെച്ച് എങ്ങനെ വേണമെങ്കിലും കുളിപ്പിക്കാം. ആദ്യം അരയ്ക്ക് കീഴ്പോട്ടാണ് കഴുകേണ്ടത്. കുഞ്ഞിന്റെ വിസർജ്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെ മൃദുവായും വൃത്തിയായും സോപ്പ് കൊണ്ട് കഴുകാവുന്നതാണ്. പാലിന്റെ അംശം കഴുത്തിന്റെയും കൈയിന്റെയും മടക്കുകളിൽ ഉണ്ടാവാറുണ്ട്. ഇത് മുറിവും അണുബാധയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെയെല്ലാം ബേബി സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കണം. കുഞ്ഞിന്റെ പൊക്കിൾ കഴുകുമ്പോഴും ശ്രദ്ധ വേണം. പൊക്കിൾ പൊഴിഞ്ഞു പോയി 2 ദിവസത്തേക്ക് അവിടെ നിന്നും ചെറിയ തോതിൽ രക്തം പൊടിഞ്ഞേക്കാം. അവിടെ പഴുപ്പോ ചുവപ്പ് നിറമോ ഇല്ലെങ്കിൽ മരുന്നിന്റെ ആവശ്യമില്ല. മാത്രമല്ല പൊക്കിൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയാൽ മതി. എന്നിട്ട് തുണി കൊണ്ട് ഒപ്പി ഉണക്കണം. ചില കുട്ടികളിൽ പൊക്കിൾ പൊന്തി വരുന്നത് കാണാറുണ്ട്. എന്നാൽ അത് വെള്ളം കയറുന്നത് മൂലമല്ല, ഹെർണിയ മൂലമാണ്. അത് ഒന്നും ചെയ്യാതെ തന്നെ 1 വയസ്സിന് മുമ്പ് ഉള്ളിലേക്ക് പൊക്കോളും. കുഞ്ഞിന്റെ തല കഴുകുമ്പോഴും ഇതേ ശ്രദ്ധ അത്യാവശ്യമാണ്. ഏറ്റവും ഒടുവിലാണ് ഇത് ചെയ്യേണ്ടത്. സൗകര്യം പോലെ മലർത്തിയോ കമഴ്ത്തിയോ കുഞ്ഞിന്റെ തല പെട്ടെന്ന് കഴുകി തുടയ്ക്കണം. മുഖത്ത് പാല് പറ്റിപ്പിടിച്ചതോ കണ്ണിലെ അഴുക്കോ മറ്റോ ഉണ്ടെങ്കിൽ തുണി നനച്ച് വേദനിപ്പിക്കാതെ മയത്തിൽ തുടച്ചെടുക്കണം. അതിനുശേഷം കുഞ്ഞിന്റെ ശരീരം മൃദുവായി തുടച്ചെടുക്കണം. മുറിവുണ്ടെങ്കിൽ അതൊരിക്കലും ഉരച്ചു തുടയ്ക്കരുത്. ഒപ്പി മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി കുളിപ്പിച്ച ശേഷം കുഞ്ഞിനെ വേഗം ഉടുപ്പിടിപ്പിക്കണം. ശരീരത്തിലെ താപനഷ്ടം കുറയുന്നതിന് വേണ്ടിയാണ് ഇത്. അതുകൊണ്ടാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് നഷ്ടപ്പെടുന്ന തല അവസാനം നനയ്ക്കണമെന്ന് പറയുന്നത്. കുളി കഴിഞ്ഞ ഉടൻ പലരും ഒരു കട്ട കൺമഷിയും പൗഡറും എല്ലാം കുഞ്ഞിന്റെ ദേഹത്ത് വാരി പൂശുന്നു. എന്നാൽ ഇതൊന്നും കുഞ്ഞിന്റെ ചർമ്മത്തിന് ഗുണം ചെയ്യുന്നതല്ല. ബേബി പൗഡർ ശ്വാസകോശത്തിൽ പോകുന്നതും ഈയത്തിന്റെ അംശമുള്ള കൺമഷി കുഞ്ഞിക്കണ്ണിൽ ആവുന്നതും ഗുണകരമല്ല. അതുകൊണ്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കണം. ഇനി കുഞ്ഞിന്റെ ഉടുപ്പിന്റെ കാര്യം നോക്കാം. കുഞ്ഞിന്റെ ഉടുപ്പിന്റെ ഭംഗിയേക്കാൾ പ്രധാനം കുഞ്ഞിന്റെ സൗകര്യമാണ്. ഏറ്റവും കട്ടി കുറഞ്ഞതും കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടാക്കാത്തതുമായ വസ്ത്രങ്ങൾ വേണം തിരഞ്ഞെടുക്കുന്നതിന്. അല്ലെങ്കിൽ അത് കുഞ്ഞിന് തന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. കുഞ്ഞ് ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങുന്നത് വരെ കുഞ്ഞിനെ ദിവസവും കുളിപ്പിക്കണമെന്നില്ല. നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ച് തുളച്ചാൽ മതി. ഇത് തന്നെയാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലത്. പലപ്പോഴും ആൺകുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രാകൃതമായ ഒരു കാര്യമുണ്ട്. ആൺകുഞ്ഞുങ്ങളുടെ മുലക്കണ്ണ് പിഴിഞ്ഞുടയ്ക്കുന്ന രീതി. ഇത് തികച്ചും പ്രാകൃതവും ക്രൂരതയുമാണ്. ഇതിന് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ല. മാത്രമല്ല ഇത് കടുത്ത അണുബാധയ്ക്കും കാരണമാകും. അതുപോലെ ജനനശേഷം പെൺകുട്ടികൾക്ക് കുറച്ചു ദിവസം യോനിയിലൂടെ രക്തം കലർന്ന സ്രവം വരുന്നതും സാധാരണമാണ്. ഇതിന് പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യേണ്ടതില്ല. പാരമ്പര്യ പ്രസവ രക്ഷ എന്ന പേരിൽ പെൺകുഞ്ഞുങ്ങൾക്ക് വേദന പകരുന്ന കാലം എന്നോ അസ്തമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.